നമസ്കാരം. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളായി മത്സരിക്കുന്ന ഇടതുപക്ഷ സാരഥികൾക്ക് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ 11 മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എത്തുന്ന വേദിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം CPM-ന്റെ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് PK നസീറുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം സഖാവ്. നാളെ 11 മണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ട് നിയോജക മണ്ഡലം, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളി രണ്ട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വിജയിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ 11 മണിക്ക് കാഞ്ഞിരപ്പള്ളി എത്തുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ ഈ നാട് ചെയ്തിട്ടുള്ള സേവനങ്ങൾ വെച്ച് മുന്നോട്ട് വരുന്ന 5 വർഷം കൂടെ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? എന്താണ് സഖാവിന്റെ അഭിപ്രായം? സ്നേഹിതരെ, നമ്മുടെ നാട്ടില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന മാസം 9-ാം തീയതി നടക്കുകയാണ്. നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പോളിംഗ് ബൂത്തിലേക്ക് കയറി ചെല്ലണമെന്നാണ് വിനീതമായി ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനെ നന്നായി മുൻപോട്ട് കൊണ്ടുപോകാൻ ഉതകിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് പറയാൻ കാരണം നമുക്കറിയാം, പാവപ്പെട്ടവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ അടക്കം ഇപ്പൊ ഒന്ന് നോക്കണം, ഈ മാസം 4000 രൂപ ലഭിക്കുകയാണ്. 25-ാം തീയതി 2000 രൂപയും 31-ാം തീയതി വീണ്ടും പെൻഷൻ 2000 രൂപയും ലഭിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള വീട്ടമ്മമാർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള നിലയിൽ 60 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, അർഹതയുള്ളവർക്ക് 1000 രൂപ വെച്ച് 2 തവണ വെച്ച് വീടുകളിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനമാണെങ്കിൽ, നമ്മുടെ റോഡ്, നമ്മൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ റോഡുകൾ എത്രയോ നിലവാരത്തിലുള്ള റോഡുകളായി മാറ്റിയെടുക്കുന്നതിന് ഈ ഗവൺമെന്റിന് കഴിയും. ഈ ഗവൺമെന്റ് മൂന്നാമതും ജനവിധി തേടുമ്പോൾ നമ്മൾ എല്ലാവരും ഈ സർക്കാരിന് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുക. ഇത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നാളെ രാവിലെ 11 മണിക്ക് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാഞ്ഞിരപ്പള്ളി തോംസൺ മൈതാനി അഥവാ ആനത്താനം മൈതാനത്ത് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ എത്തിച്ചേരുകയാണ്. 2 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. കാഞ്ഞിരപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ N ജയരാജ് സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഏതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും സുപരിചിതനാണ്. ഇത്രയേറെ വിനയാന്വിതനായി ഒരു MLA എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയേറെ നല്ല നിലയിൽ പ്രവർത്തനം നടത്തുന്ന, ഈ സാമൂഹ്യ പശ്ചാത്തലത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ N ജയരാജിനെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും തൊട്ടടുത്ത പൂഞ്ഞാർ നിയോജക മണ്ഡലത്തില് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് വീണ്ടും ജനവിധി തേടുന്നത്. അവിടെ നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെയും നടപ്പിലാക്കിയിട്ടുണ്ട്. തുടർന്ന് അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനും നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ കൂവപ്പള്ളിയിലാണ് എത്രയോ വർഷങ്ങളായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ വളരെയേറെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. അദ്ദേഹത്തിനും നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം, മറ്റ് ചിന്തകൾ എല്ലാം മാറ്റിവെച്ച് ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ 10 വർഷക്കാലം നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി പോന്ന, വർഗീയതയ്ക്കെതിരായി ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനും അങ്ങനെ ആ നാട്ടിലെ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഈ 2 ബഹുമാന്യരായ സ്ഥാനാർത്ഥികൾക്കും 2ലെ അടയാളത്തിൽ രേഖപ്പെടുത്തി നിങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത്.